അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ നിങ്ങൾ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ അതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ നമുക്ക് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളകും സാധാ മുളകും കൂടെ കൂട്ടി പൊടിച്ചിട്ടുള്ള നല്ല എരിവുള്ള മുളക് പൊടിയാട്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് ഫുഡ് കളർ ആട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. നാരങ്ങാനീരും വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായി തോന്നിട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മസാല മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പൊ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കന് മസാലയൊക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പൊ അതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ ചിക്കൻ പീസസ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാലല്ലേ, ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒന്നുകൂടെ ചുരുങ്ങി പോവും. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ ഹാർഡായി പോകും, നല്ല കട്ടി കൂടിയിട്ട് പിന്നെ നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാണ്. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ ഒരു പോട്ട് എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഓയിലാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാപ്സിക്കാട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. ഓവറായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പൊ ഇതിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസും കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നെടുകെ കയറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പച്ചമുളകിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ടൊമാറ്റോ സോസും സോയാ സോസും എല്ലാം കൂടെ ചിക്കൻ കഷ്ണത്തിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എങ്കിൽ കൂടിയിട്ട് ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.